ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്കൊരു കിഡിലൻ ബ്യൂട്ടി ടിപ്പ് ആയാലോ ഗൈസ്. നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഞാനിന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് ബീട്രൂട്ട് ഫേസ് പാക്ക് ഒന്ന് നോക്കിയാലോ. നമ്മുടെ ഫേസിലുള്ള പാടുകളും അതുപോലെ തന്നെ നല്ല പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറാനായിട്ട്, പിമ്പിൾസ് വന്ന ആ ഒരു പാടൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ഫേസിൽ, അതൊക്കെ മാറാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു ബീട്രൂട്ട് ഫേസ് പാക്ക്. അത് മാത്രമല്ല, നന്നായിട്ട് സ്കിന്നിന് നിറം വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് ഈ ഒരു ബീട്രൂട്ട്. അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. വളരെ എളുപ്പത്തിലാണ് കേട്ടോ ഈ ഒരു ബീട്രൂട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 പീസ് ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സ്ലൈസായി കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി ഈ ഒരു സ്ലൈസിന് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാ കണ്ടില്ലേ, ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഈ ബീട്രൂട്ടിനെ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ഗ്ലാസ് പാലാണ്. പാലല്ലെങ്കിൽ തൈരാണെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. 1/4 ഗ്ലാസ് എടുത്താൽ മതിയാവും. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് മിക്സിയിലോട്ട് ഒന്നിട്ട് നന്നായി അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നന്നായിട്ട് ഇതിനൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വന്ന പേസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല കിഡിലൻ ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത്. നല്ല അമേസിങ് ആയിട്ടുള്ള റിസൾട്ടൊക്കെ തരുന്ന ഒരു ഫേസ് പാക്ക് ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്കിനി എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. നമ്മൾ ഫേസിലും സ്കിന്നിലും ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് റൗണ്ട് മസാജ്, ഒരു 2-3 മിനിറ്റ്സ് റൗണ്ട് മസാജ് കൊടുക്കുക നെക്കിലും ഫേസിലും. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ഒക്കെ നമുക്ക് അങ്ങനെ തന്നെ സ്കിന്നിൽ വെക്കാവുന്നതാണ്. ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ്. നമുക്ക് ഫേസിലുള്ള ബ്ലാക്ക് മാർക്സും അതുപോലെ തന്നെ നമ്മൾ പിമ്പിൾസ് ഒക്കെ വന്നിട്ടുള്ള ആ ഒരു സ്പോട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോവാനായിട്ട് നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സ്കിന്നിന് നല്ല നിറം കിട്ടാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നമുക്ക് വീക്ക്ലി വൺസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല നാച്ചുറലായിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ്. നമുക്ക് ഇതിപ്പോൾ ഒന്നും ഇതിൽ എക്സ്ട്രാ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. കെമിക്കൽ എന്ന് പറയാൻ ഒന്നുമില്ല. നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്സ് കൊണ്ട് തന്നെ, നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന, ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റം ആണിത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് മാനിക്യൂറും അതുപോലെ തന്നെ പെഡിക്യൂറും ഒക്കെ ചെയ്യാം കേട്ടോ. മാനിക്യൂറും പെഡിക്യൂറും ഒക്കെ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൈക്കും കാലിനും ഒക്കെ നിറം വർദ്ധിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫേസിലും നെക്കിലും മാത്രമല്ല, നമുക്കിത് മാനിക്യൂറും പെഡിക്യൂറും ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.